ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിലെ വിള്ളൽ ആയുധമാക്കി ബി.ജെ.പി. രാഹുൽ ഗാന്ധിയുടെയും തേജസ്വിയുടെയും അസഹിഷ്ണുത ഘടകകക്ഷികൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്ന് ബി.ജെ.പി. ആരോപിച്ചു. അതേസമയം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമ്പോൾ സഖ്യം സജീവമാകുമെന്നാണ് ആർ.ജെ.ഡി. നേതാക്കൾ പറയുന്നത്. വോട്ടർ അധികാർ യാത്രയും ബീഹാർ അധികാർ യാത്രയും കൊണ്ട് NDAയെ മറികടക്കാം എന്നുള്ളതായിരുന്നു ആർ.ജെ.ഡി. നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തിന്റെ പ്രതീക്ഷ. എന്നാൽ രണ്ടാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി നാളെ അവസാനിക്കാനിരിക്കെ കാര്യങ്ങൾ പ്രതിപക്ഷ സഖ്യത്തിന് അനുകൂലമല്ല. സീറ്റ് വിഭജനം പോലും കൃത്യമായി പൂർത്തിയാക്കാൻ ഇപ്പോഴും മഹാസഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല. സീറ്റ് വിഭജനത്തിലെ അതൃപ്തി പരസ്യമാക്കി ജാർഖണ്ഡ് മുക്തി മോർച്ച സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ മഹാസഖ്യത്തിന്റെ ആത്മവിശ്വാസം കുറയുന്ന കാഴ്ചയാണ് ബീഹാറിൽ കാണുന്നത്. 135 സീറ്റിൽ ആർ.ജെ.ഡി., 60 സീറ്റിൽ കോൺഗ്രസ്, 16 സീറ്റിൽ VIP, 30 സീറ്റിൽ ഇടത് പാർട്ടികൾ എന്നിങ്ങനെയാണ് പ്രാഥമിക ധാരണ. 53 സീറ്റുകളിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം പ്രതിപക്ഷ സഖ്യത്തിലെ വിള്ളലിനെ പരിഹസിച്ച് ബി.ജെ.പി. രംഗത്തെത്തിയിട്ടുണ്ട്. മഹാസഖ്യത്തിൽ വിള്ളലുണ്ടാകാനുള്ള പ്രധാന കാരണം രാഹുൽ ഗാന്ധിയുടെയും തേജസ്വിയുടെയും അസഹിഷ്ണുതയാണെന്നും ഘടകകക്ഷികൾക്ക് പോലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നും ബി.ജെ.പി. ആരോപിച്ചു. അതിന്റെ ഉദാഹരണമാണ് JMM സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതെന്ന് ബി.ജെ.പി. IT സെൽ തലവൻ അമിത് മാളവ്യ പറഞ്ഞു. മഹാസഖ്യം തകരുന്നത് ബീഹാറിന്റെ നല്ലതിനു വേണ്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. JMM നിലപാട് ആദിവാസി സ്വാധീന മേഖലകളിൽ പ്രതിഫലിക്കുമെന്നാണ് വിലയിരുത്തൽ. JMM സ്ഥാനാർത്ഥികൾ വഴി പ്രതിപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാകുന്നത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഗുണകരമാകുമെന്നും തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ വ്യക്തമാക്കുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.